Theorem 13.1 Part B. Let X be a normed space. If X dash is separable, then so is X. X എന്ന് പറയുന്നത് ഒരു നോംഡ് സ്പേസ് ആണ്. അതിന്റെ ഡ്യുവൽ സ്പേസ് ആയ എക്സ് ഡാഷ് സെപ്പറബിൾ ആണെങ്കിൽ എക്സും സെപ്പറബിൾ ആയിരിക്കുമെന്ന്. എന്താണ് സെപ്പറബിൾ എന്ന് പറഞ്ഞാൽ? കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു മെട്രിക് സ്പേസിനെ നമ്മൾ സെപ്പറബിൾ എന്ന് വിളിക്കുന്നത് അതിന് ഒരു കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ എക്സ് ഡാഷിന് കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ഉണ്ടെങ്കിൽ എക്സിനും കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് തിയറം പറയുന്നത്. ഇതിന്റെ പ്രൂഫ് നോക്കാം. Assume that X dash is separable. ഡ്യുവൽ സ്പേസ് സെപ്പറബിൾ ആണെന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് സ്പേസും സെപ്പറബിൾ ആണെന്ന് കാണിക്കണം. If X dash is equal to singleton set 0, then there is nothing to എന്താ കാര്യം? എക്സ് ഡാഷ് സെറ്റ് 0 ആണെങ്കിൽ ആ സെറ്റ് 0 തന്നെ അതിന്റെ ഒരു കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ആണ്, അല്ലേ? സെറ്റ് 0യുടെ ക്ലോഷർ എന്ന് വെച്ചാൽ എക്സ് ഡാഷിന്റെ ഹോൾ സ്പേസ് ആണ്, അതിന്റെ ക്ലോഷർ അത് തന്നെയാണ്. കൂടാതെ സെറ്റ് 0 കൗണ്ടബിൾ ഫൈനൈറ്റ് അല്ലേ, ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ സെറ്റ് 0 തന്നെ അതിന്റെ കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ആയിട്ട് മാറും. ആയതുകൊണ്ട് എക്സ് ഡാഷ് സിംഗിൾട്ടൺ സെറ്റ് 0 ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പ്രൂവ് ചെയ്യാനില്ല. സോ വി അസ്യൂം ദാറ്റ് X dash not equal to set 0. അപ്പോൾ 0 അല്ലാത്ത എലമെന്റുകൾ എക്സ് ഡാഷിൽ ഉണ്ടാവും. 0 അല്ലാത്ത എലമെന്റുകൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ നോം 1 ആകുന്ന എലമെന്റുകളും ഉണ്ടാവും, അല്ലേ? നോൺ 0 എലമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ അതിന്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം യൂണിറ്റ് വെക്ടർ കിട്ടുമല്ലോ. അതും സ്പേസിലെ എലമെന്റ് ആയിരിക്കുമല്ലോ. വെക്ടർ സ്പേസ് ആണല്ലോ, ലീനിയർ സ്പേസ് ആണല്ലോ. ക്യാപിറ്റൽ എക്സ് ഡാഷിൽ നമ്മളുടെ സ്മോൾ എക്സ് ഡാഷ് എടുത്താൽ, സ്മോൾ എക്സ് ഡാഷ് നോട്ട് ഈക്വൽ ടു 0 എടുത്താൽ സ്മോൾ എക്സ് ഡാഷ് ഡിവൈഡഡ് ബൈ നോം ഓഫ് എക്സ് ഡാഷ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടർ ആയിരിക്കുമല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഈ എക്സ് ഡാഷിനകത്ത് യൂണിറ്റ് വെക്ടേഴ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള യൂണിറ്റ് വെക്ടേഴ്സിന്റെ എല്ലാം കൂടെ കളക്ഷൻ, അതായത് യൂണിറ്റ് സ്ഫിയർ എടുക്കുന്നു ഈ എക്സ് ഡാഷിനകത്ത്. ലെറ്റ് എഫ് ഈക്വൽസ് collection of all small x dash in capital X dash such that norm of x dash is equal to 1. ഇത് എക്സ് ഡാഷിലെ യൂണിറ്റ് സ്ഫിയർ ആണ്, എക്സ് ഡാഷിലെ യൂണിറ്റ് സ്ഫിയർ ആണ്. നോം എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു 1 ആകുന്ന എക്സ് ഡാഷുകളുടെ കളക്ഷൻ. ഇതെന്തായാലും ഒരു നോൺ എംപ്റ്റി സെറ്റ് ആയിരിക്കും. ഇതിനകത്ത് വെക്ടേഴ്സ് ഉണ്ടാവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ എസ് എന്ന് പറയുന്നത് എക്സ് ഡാഷിന്റെ then F is a non-empty subset of X dash. X ഡാഷിന്റെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ് എസ് എന്ന് പറയുന്നത്. ആയതുകൊണ്ട് അതും സെപ്പറബിൾ ആയിരിക്കും. നമുക്കറിയാം ഒരു മെട്രിക് സ്പേസ് സെപ്പറബിൾ ആണെങ്കിൽ അതിന്റെ നോൺ എംപ്റ്റി സബ്സെറ്റുകളും സെപ്പറബിൾ ആയിരിക്കുമെന്ന് നമ്മൾ മെട്രിക് സ്പേസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എസ് എന്ന് പറയുന്നത് എക്സ് ഡാഷിന്റെ നോൺ എംപ്റ്റി സബ്സെറ്റ് ആയതുകൊണ്ട് എസും സെപ്പറബിൾ ആയിരിക്കും. സിൻസ് എക്സ് ഡാഷ് ഈസ് സെപ്പറബിൾ, എസ് ഈസ് ഓൾസോ സെപ്പറബിൾ. അത് മെട്രിക് സ്പേസിൽ നമ്മൾ പഠിക്കുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ എസിന് ഒരു കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ഉണ്ടായിരിക്കും. നമ്മൾ അത് എടുക്കാൻ പോവാണ്. ലെറ്റ് സെറ്റ് x1 ഡാഷ്, ക്യാപിറ്റൽ എക്സ് ഡാഷിന്റെ സബ്സെറ്റ് ആണല്ലോ എസ്. അപ്പൊ അതിലുള്ള എലമെന്റുകളെ നമുക്ക്
സ്മോൾ എക്സ് ഡാഷ് എന്ന രീതിയിലാണല്ലോ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ലിസ്റ്റ് ചെയ്യുന്നു. x1 ഡാഷ്, x2 ഡാഷ്, എക്സെട്ര ബി എ കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ഓഫ് എസ്. എക്സ് ഡാഷിന്റെ സബ്സെറ്റ് ആയ എസ് എടുത്തിട്ട് ആ എസിന്റെ ഒരു കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് നമ്മൾ എടുത്തു. x1 ഡാഷ്, x2 ഡാഷ്, എക്സെട്ര എന്ന് പറയുന്നത്. ഇവരെല്ലാം എസിലെ എലമെന്റുകൾ ആയതുകൊണ്ട് ഇവരുടെ നോം 1 ആയിരിക്കുമല്ലോ. ദെൻ നോം ഓഫ് xn dash is equal to 1 for all n. That implies നോം എന്ന് പറഞ്ഞാൽ ഇത് ഓപ്പറേറ്റർ നോമാണ്, ഫംഗ്ഷനുകളുടെ നോമാണ് അല്ലെ. xn dash എന്ന് പറയുന്നത് എക്സിൽ നിന്ന് കെയിലേക്കുള്ള ഫംഗ്ഷണൽസ് ആണ്, അവരുടെ നോമാണ്, ഓപ്പറേറ്റർ നോമാണ്. ഓപ്പറേറ്റർ നോം എന്ന് പറയുന്നത് സുപ്രീമം നോം. ദാറ്റ് ഈസ് സുപ്രീമം കളക്ഷൻ ഓഫ് ഓൾ മോഡ് xn dash of x mod xn dash of x such that x element of capital X and norm x less than or equal to 1. സുപ്രീമം നോമിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് നോം xn ഡാഷിനെ അങ്ങനെ എഴുതാം. നോം സ്മോൾ എഫിന്റെ ഡെഫിനിഷൻ, സ്മോൾ എഫിന്റെ നോമിന്റെ ഡെഫിനിഷൻ, സുപ്രീമം കളക്ഷൻ ഓഫ് ഓൾ മോഡ് എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എക്സ് ആൻഡ് നോം എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 എന്നുള്ളത്. ഇവിടെ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ളത് നോൺ എംപ്റ്റി സ്പേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈക്വൽസ് 1 ഉപയോഗിക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് സുപ്രീമം നോമിന് പല എക്സ്പ്രഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് നോട്ട് ഈക്വൽ ടു സെറ്റ് 0 ആണെങ്കിൽ ഇവിടെ സ്ട്രിക്ട്ലി ലെസ് വെച്ചും പറയാം, ഇക്വാളിറ്റി വെച്ചും പറയാമെന്ന് പഠിച്ചതാണ്. അപ്പൊ ഈക്വൽസ് 1 എന്ന് എടുക്കാം. ഈസ് ഈക്വൽ ടു എന്താണ്, ഇത് 1 ആയിരിക്കും. നോം xn ഡാഷ് ഈക്വൽസ് 1 ആണെന്നാണ്. ദിസ് ഈസ് ട്രൂ ഫോർ ഓൾ n. ഇത് വെച്ചിട്ട് നമ്മളൊരു ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഒരു സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാം ഈ ലാസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട്. ഇതിലെ n ഈക്വൽസ് 1 എന്ന കേസ് എടുക്കുക. n ഈക്വൽസ് 1 എന്ന കേസ് വെച്ചുകൊണ്ട് ഇത് വായിക്കുക. അതായത് സുപ്രീമം മോഡ് x1 ഡാഷ് ഓഫ് x സച്ച് ദാറ്റ് x എലമെന്റ് ഓഫ് x ആൻഡ് നോം x is equal to 1 is equal to 1. n ഈക്വൽസ് 1 എന്ന കേസ് എടുക്കുന്നു. ഇപ്പൊ 1 ഇതിന്റെ സുപ്രീമം, ഈ സെറ്റിന്റെ സുപ്രീമമാണ്. ഈ സെറ്റിന്റെ സുപ്രീമമാണ് ആര്, 1 എന്ന് വെച്ചാൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അപ്പൊ 1നേക്കാൾ ചെറിയ നമ്പറുകൾക്ക് ഇതിന്റെ അപ്പർ ബൗണ്ട് ആകാൻ പറ്റത്തില്ല. ഞാൻ 1/2 എന്ന നമ്പർ എടുക്കുന്നു. അപ്പൊ ഈ 1/2ന് ഈ സെറ്റിന്റെ അപ്പർ ബൗണ്ട് n-ന് 1 വെച്ച് വേണേ വായിക്കാൻ തൽക്കാലം. അപ്പൊ 1 വെച്ച് n-ന് 1 വെച്ച് വായിച്ചുകൊണ്ട് ഈ 1/2 ഇതിന്റെ അപ്പർ ബൗണ്ട് അല്ല എന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്യുക. അപ്പൊ 1/2 ഇതിന്റെ അപ്പർ ബൗണ്ട് അല്ലാത്തത് കൊണ്ട് 1 ആണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട്. 1/2 അപ്പർ ബൗണ്ട് അല്ലാത്തത് കൊണ്ട് ഈ 1/2നും 1നും ഇടയ്ക്ക് ഒരു എലമെന്റ് ഈ സെറ്റിനകത്ത് ഉണ്ടാവും അല്ലേ. ഒരു x1 ഡാഷ് ഓഫ് x ഉണ്ടാവും, x1 ഡാഷ് ഓഫ് ഏതോ ഒരു x ഉണ്ടാവും. ആ x-നെ ഞാൻ x1 എന്ന് വിളിക്കും. x1 ഡാഷ് എന്ന് പറയുന്നത് ഒരു f ആണ്, ഒരു f1 ആണ്, f1 ഓഫ് x1 എന്നാണ്. അപ്പോൾ ഈ 1/2നേക്കാൾ വലിയ ഒരു എലമെന്റ് ഈ സെറ്റിനകത്ത് ഉണ്ടാവും. ഇതിന്റെ മോഡുലസ് ആയിട്ടാണ് വരുന്നത്. മോഡ് x1 ഡാഷ് ഓഫ് x1 മോഡുലസുകളാണല്ലോ സെറ്റിലുള്ളത്. അപ്പൊ അത് 1/2നേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ n ഈക്വൽസ് 1 എന്ന കേസ് എടുക്കുമ്പോൾ നമുക്ക് മോഡ് x1 ഡാഷ് ഓഫ് ഏതോ ഒരു x ഗ്രേറ്റർ ദാൻ 1 ആകും. ആ x-നെ ഞാൻ x1 എന്ന് വിളിക്കുന്നു. സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്യുക. ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 1/2 ആയിരിക്കും. ഇതുപോലെ n-ന് 2 എടുക്കുക. n-ന് 2 എന്ന കേസ് വെച്ചുകൊണ്ട് ഇത് വായിക്കുക. n-ന് 2 എന്ന കേസ് വെച്ച് വായിക്കുമ്പോഴും ഇതേ ആർഗ്യുമെന്റ് വെച്ചുകൊണ്ട് നമുക്ക് പറയാം ഈ 1/2നും 1നും ഇടയ്ക്കായിട്ട് ഒരു എലമെന്റ് ഉണ്ടാവും. ഈ സെറ്റിനകത്ത് ഏതോ ഒരു എലമെന്റ് ഉണ്ടാവും. ഏതോ ഒരു മോഡ് x2 ഡാഷ് ഓഫ് x ഉണ്ടാവും. ആ x-നെ x2 എന്ന് വിളിക്കുന്നു. അപ്പോൾ മോഡ് x2 ഡാഷ് ഓഫ് x2 ഗ്രേറ്റർ ദാൻ 1/2 ആകത്തക്ക രീതിയിൽ x2 എന്ന് പറയുന്ന രണ്ടാമത് എലമെന്റ് കിട്ടും. അപ്പൊ ഇങ്ങനെ x1 x2 x3 എക്സെട്ര എന്ന് പറയുന്ന ഒരു സീക്വൻസ് നമുക്ക് x-നകത്ത് കൺസ്ട്രക്ട് ചെയ്യാം. ഇവിടെ ഫോർ സം x1 ആണ് ഇൻ x വിത്ത് അതിന്റെ നോം എന്ന് പറയുന്നത് 1 ആയിരിക്കും.
കാരണം ഈ സെറ്റിന്റെ ക്യാരക്ടറൈസേഷൻ അങ്ങനെയാണല്ലോ. ഇപ്പൊ രണ്ടാമത് ഇത് ഫോർ സം x2 ഇൻ എക്സ് വിത്ത് നോം x2 ഇസ് ഈക്വൽ ടു 1 എന്ന. അപ്പൊ ഇത് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാം. ഇത് നേരെ പറയാം. We can find a sequence xn. Then there is xn in capital X with norm xn equals 1 and എന്ത് പ്രത്യേകത ഉണ്ടാവും? മോഡുലസ് ഓഫ് xn dash of xn is greater than 1/2 for all n. അപ്പൊ സൂപ്രീമൻ നോമിന്റെ ഡെഫിനിഷൻ വെച്ചുകൊണ്ട് നമ്മൾ പുതിയൊരു സീക്വൻസ് xn എന്ന് പറയുന്ന ഒരു സീക്വൻസ് ക്യാപിറ്റൽ എക്സിനകത്ത് കൺസ്ട്രക്ട് ചെയ്തു. ഒരു യൂണിറ്റ് വെക്ടറുകളുടെ സീക്വൻസ് ആണ്. ഓക്കെ, ഇനി ഈ xnകളുടെ സഹായത്താൽ പുതിയൊരു സെറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാം. ലെറ്റ് ക്യാപിറ്റൽ D is equal to collection of all k1 x1 plus k2 x2 plus etc plus km xm such that the real part of kj and imaginary part of kj, ഈ kjകളുടെ ഈ എഴുതിയിരിക്കുന്ന ലിനിയർ കോമ്പിനേഷനിലെ സ്കെയിലാറുകളുടെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും റാഷണൽ ആവണം. എലമെന്റ് ഓഫ് Q ഫോർ j ഈക്വൽസ് 1 2 എക്സെട്ര m. ഇപ്പൊ ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷനുകൾ എടുത്തേക്ക് നമ്മൾ കിട്ടിയ സീക്വൻസ് ഇല്ലേ, xn എന്ന് പറയുന്ന സീക്വൻസ് ഇല്ലേ, ആ xn എന്ന സീക്വൻസിലെ എലമെന്റുകൾ വെച്ചുണ്ടാക്കാവുന്ന ലിനിയർ കോമ്പിനേഷൻ, ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻസ്. പക്ഷെ ഓൾ ലീനിയർ കോമ്പിനേഷൻ നമ്മൾ എടുത്തിട്ടില്ല. ആ സ്കെയിലാറുകളുടെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും റാഷണൽ ആവണം. ഓൾ കോമ്പിനേഷൻ വരണമെങ്കിൽ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും റിയൽ ആവണം. അങ്ങനെ എടുത്തിട്ടില്ല, റാഷണൽ എന്ന രീതിയിൽ. അപ്പൊ ഇത് x1 x2 എക്സെട്ര xn എക്സെട്ര എന്നതിന്റെ പോസിബിൾ ലിനിയർ കോമ്പിനേഷനുകളിൽ ചിലത് മാത്രമാണ്. അപ്പൊ ഇതൊരു സബ് സ്പേസ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് സ്പാൻ ഓഫ് xn എന്നൊന്നും നമുക്ക് ഇതിനെ പറയാൻ പറ്റത്തില്ല. സ്പാൻ xn എന്നതിനെ വിളിക്കണമെങ്കിൽ xnകളുടെ ആ സീക്വൻസ് xnകളുടെ സ്പാൻ ആണ് ഈ D എന്ന് പറയണമെങ്കിൽ എല്ലാ പോസിബിൾ ലീനിയർ കോമ്പിനേഷനകത്തിൽ വരണം. ഇത് സ്പാൻ അല്ല, അതുകൊണ്ട് ഇത് സബ് സ്പേസ് ഒന്നും അല്ല. ഈ സെറ്റ് കൺസിഡർ ചെയ്യുക. ഈ സെറ്റിന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഈ സെറ്റ് കൗണ്ടബിൾ ആയിരിക്കും. എന്തുകൊണ്ടാ? Q കൗണ്ടബിൾ ആയതുകൊണ്ട്. ക്യൂവിലെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ക്യൂവിൽ വരത്തക്ക രീതിയിലുള്ള കോമ്പിനേഷനുകളാണ് നമ്മൾ ഇതിനകത്ത് എടുത്തേക്കുന്നത്. അപ്പൊ ഇതിനകത്തിൽ എടുത്തേക്കുന്ന ഈ kjകളെയൊക്കെ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സുമായി 1:1 കറസ്പോണ്ടൻസ് ഉണ്ടാക്കാൻ പറ്റും. കാരണം kjകളുടെ റിയൽ പാർട്ട് ക്യൂവിലാണ്, ഇമാജിനറി പാർട്ട് ക്യൂവിലാണ്. Q കൗണ്ടബിൾ ആണ്. Q കൗണ്ടബിൾ ആയതുകൊണ്ട് ഇവിടെ എടുത്തിരിക്കുന്ന kjകൾ കൗണ്ടബിൾ ആയിരിക്കും. ആ kjകളുടെ കളക്ഷൻ കൗണ്ടബിൾ ആയതുകൊണ്ട് തന്നെ അത് വെച്ചുണ്ടാക്കാവുന്ന ഈ കോമ്പിനേഷനുകളും കൗണ്ടബിൾ ആയിരിക്കും. അപ്പോൾ പറയാം, then D is countable since Q is countable. ഡിക്ക് മറ്റൊരു പ്രോപ്പർട്ടി കൂടിയുണ്ട്. അത് പറയുന്നതിന് മുമ്പായിട്ട് ഈ ഡിയിൽ നമ്മൾ എടുത്തത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും റാഷണൽ ആകത്തക്ക രീതിയിലുള്ള സ്കെയിലാറുകൾ വെച്ചുകൊണ്ടുണ്ടാക്കുന്ന ലീനിയർ കോമ്പിനേഷനുകളാണല്ലോ. ഓൾ പോസിബിൾ ലീനിയർ കോമ്പിനേഷനുകളുടെ കളക്ഷൻ കൂടി നമുക്ക് എടുക്കാം. അതിനെ ഞാൻ y എന്ന് വിളിക്കുന്നു. അത് തീർച്ചയായിട്ടും സബ് സ്പേസ് ആയിരിക്കും. അത് സ്പാൻ ആണ്. xnന്റെ സ്പാൻ എടുക്കുന്നു. ദാറ്റ് y is equal to the span of xn. Span of x1 x2 etc. സെറ്റ് x1 x2 എക്സെട്രയുടെ സ്പാനിനെ ഞാൻ y എന്ന് വിളിക്കുന്നു. എന്ന് വെച്ചാൽ വൈക്കകത്ത് ഇതുപോലുള്ള k1 x1 plus k2 x2 plus etc plus km xm എന്ന ടൈപ്പിലുള്ള ഓൾ പോസിബിൾ കോമ്പിനേഷൻ ഉണ്ടായിരിക്കും.
എന്ന് വെച്ചാൽ ഡി പറഞ്ഞ പോലെ നമ്മൾ പറയുവാണെങ്കിൽ x1 k1 x1 പ്ലസ് എക്സെട്ര പ്ലസ് കെ എം എക്സ് എം സച്ച് ദാറ്റ് റിയൽ പാർട്ട് ഓഫ് കെ ജെ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് കെ ജെ എലമെന്റ് ഓഫ് ആർ എന്ന് വരും. ഈ ക്യൂവിന് പകരം ഇവിടെ ആർ എന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഡി എന്ന് പറയുന്നത് y ആയി മാറും. നമുക്കറിയാം ക്യൂ എന്ന് പറയുന്നത് ഡെൻസ് ഇൻ ആർ ആണ്. ക്യൂവിന്റെ ക്ലോഷർ എന്ന് പറയുന്നത് ആർ ആണ്. അപ്പൊ ക്യൂ ഡെൻസ് ഇൻ ആർ ആയതുകൊണ്ട് ക്യൂ ക്ലോഷർ എടുക്കുമ്പോൾ ആർ കിട്ടും എന്നതുകൊണ്ട് ഈ ഡിയുടെ ക്ലോഷർ എടുക്കുമ്പം നമുക്ക് y കിട്ടും. എന്ന് വെച്ചാൽ ഡി ഈസ് ഡെൻസ് ഇൻ y എന്ന് പറയാം. എന്താ കാരണം? ബിക്കോസ് ക്യൂ ഈസ് ഡെൻസ് ഇൻ ആർ. ഈ ക്യൂ ആർ ആയിട്ട് മാറുമ്പം ഈ ഡി എന്ന് പറയുന്നത് y ആയി മാറും. ആയതുകൊണ്ട് രണ്ടാമത്തെ പ്രോപ്പർട്ടി ഡിയുടെ then d is dense in y, dense in the subspace y of x. y എന്ന് പറയുന്നത് x ന്റെ subspace ആണ്. then d is dense in the subspace y of x. x ന്റെ subspace ആയ y ൽ d dense ആയിരിക്കും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സിന് ഒരു ഡെൻസ് കൗണ്ടബിൾ സബ്സെറ്റ് ഉണ്ടെന്ന്. എക്സ് സെപ്പറബിൾ എന്നാ പ്രൂവ് ചെയ്യേണ്ടത്. എക്സ് സെപ്പറബിൾ എന്ന് കാണിക്കാൻ എക്സിന് ഒരു കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ഉണ്ടെന്ന് കാണിക്കണം. ഈ ഡി ആണ് എക്സിന്റെ കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് നമ്മൾ കാണിക്കാൻ പോവുക. ഡി ഈസ് ഡെൻസ് ഇൻ എക്സ് എന്ന് കാണിക്കാൻ പോവുക. കിട്ടി ഡി ഈസ് ഡെൻസ് ഇൻ വൈ എന്ന്. ഇവിടെ ഡി എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് വൈ ആണ്. y എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് x ആണ്. അതിൽ d is dense in y എന്ന് കിട്ടി. എങ്കിൽ നമ്മൾ മെട്രിക് സ്പേസിൽ പഠിച്ചിട്ടുണ്ട് y is dense in x എന്നൂടെ കിട്ടിയാൽ d is dense in x എന്ന് പറയാം. d is dense in y and y is dense in x എന്ന് കിട്ടിയാൽ d is dense in x എന്ന് പറയാം. കൂടാതെ d കൗണ്ടബിളും ആണല്ലോ, നമ്മളിവിടെ കൗണ്ടബിൾ ആണ് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ കൗണ്ടബിളും ഡെൻസും ആവുമ്പം അയാൾ എക്സിന്റെ ഒരു കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ആണ് എന്നതുകൊണ്ട് എക്സ് സെപ്പറബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇനി ഒറ്റ കാര്യം നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. എന്ത്? y ഈസ് ഡെൻസ് ഇൻ എക്സ്, y ഈസ് ഡെൻസ് ഇൻ എക്സ് എന്ന് കാണിച്ചാൽ മതി. അപ്പൊ അടുത്തതായിട്ട് ഈ നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് y ഈസ് ഡെൻസ് ഇൻ എക്സ് എന്ന് പ്രൂവ് ചെയ്യാൻ പോവുക. ടു പ്രൂവ് ദാറ്റ് y ഈസ് ഡെൻസ് ഇൻ എക്സ്. ഇതുകൂടെ ചെയ്താൽ നമ്മളുടെ പ്രൂഫ് കംപ്ലീറ്റ് ആവും. അതിന് y യുടെ ക്ലോഷർ x ആണ് കാണിക്കണം. y ഡെൻസ് ഇൻ x എന്ന് കാണിക്കണമെങ്കിൽ y ക്ലോഷർ ഈസ് ഈക്വൽ ടു x എന്ന് കാണിക്കണം. ലെറ്റ് x ഡാഷ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ x ഡാഷ്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ക്യാപിറ്റൽ x ഡാഷിന് ഒരു ആർബിട്രറി എലമെന്റ് ഫിക്സ് ചെയ്ത് വെക്കുന്നു. ലെറ്റ് x ഡാഷ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ x ഡാഷ്. ഇതിന്റെ ഒരു കണ്ടീഷൻ കൂടി ഇതിലേക്ക് നമ്മൾ ഇമ്പോസ് ചെയ്യുന്നു. ദിസ് ബി സച്ച് ദാറ്റ് let x dash element of capital X dash be such that x dash of xn is equal to 0 for all n. അതായത് നമ്മുടെ ആ സെറ്റ് xn ഉണ്ടല്ലോ, സീക്വൻസ് xn ഉണ്ടല്ലോ, xnലെ എലമെന്റ് xn എന്ന് പറയുന്ന എലമെന്റുകളെ എല്ലാം xn എവിടുന്ന് കിട്ടിയതാ? xn എന്ന് പറയുന്നത് നമ്മൾ മുകളിൽ നമ്മൾ ആ സുപ്രീമം വെച്ചുകൊണ്ട്, അതായത് ഓപ്പറേറ്റർ നോമിന്റെ ഡെഫിനിഷൻ വെച്ചുകൊണ്ട് കൺസ്ട്രക്ട് ചെയ്ത സീക്വൻസ് ആയി xn എന്ന് പറയുന്നത്. ഈ xnകളിലെല്ലാം x ഡാഷ് 0 ആന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ x ഡാഷ് എന്ന് പറയുന്നത് ഇറ്റ്സെൽഫ് 0 ആയിരിക്കും. x ഡാഷ് ഒരു 0 ഫംഗ്ഷൻ ആയിരിക്കും. ഇയാൾ ക്യാപിറ്റൽ എക്സിലെ എല്ലാവരെയും 0യിലേക്ക് മാപ്പ് ചെയ്യുമെന്ന് നമ്മൾ കാണിക്കാൻ പോവുക. x ഡാഷ് ഓഫ് xn 0 ആകുന്നുണ്ടെങ്കിൽ, xnകളിൽ 0 ആകുന്നുണ്ടെങ്കിൽ ഓൾ xൽ 0 ആകുമെന്ന് കാണിക്കാൻ പോവുകയാണ്. അത് നമ്മൾ കോൺട്രഡിക്ഷൻ രീതിയിൽ അപ്രൂവ് ചെയ്യുന്നത് if possible let x dash not equal to the 0 functional. x dash എന്ന് പറയുന്നത് 0 ഫംഗ്ഷണൽ അല്ല എന്നിരിക്കട്ടെ. എന്നുവെച്ചാൽ ഒരു എലമെന്റിനെ എങ്കിലും ഇയാൾ നോൺ സീറോ എലമെന്റ് ആയി മാപ്പ് ചെയ്യും. ലെറ്റ് f is equal to, x dash not equal to 0 ആയതുകൊണ്ട് അതിന്റെ നോം നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കുമല്ലോ. നോം ഓഫ് x dash നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ ഈ x ഡാഷിനെ നോം
എക്സ് ഡാഷ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഒരു യൂണിറ്റ് വെക്ടർ ഉണ്ടാക്കും, യൂണിറ്റ് ഫംഗ്ഷണൽ ഉണ്ടാക്കും. ലെറ്റ് എഫ് ഈസ് ഈക്വൽ ടു എക്സ് ഡാഷ് ഡിവൈഡഡ് ബൈ നോം എക്സ് ഡാഷ്. ഈ എക്സ് ഡാഷ് ഓഫ് എക്സ് എൻ 0 ആയതുകൊണ്ട് ദെൻ എഫ് ഓഫ് എക്സ് എന്നും 0 ആയിരിക്കുമല്ലോ ഫോർ ഓൾ എൻ, അല്ലേ? എഫ് ഓഫ് എക്സ് എൻ എന്ന് പറഞ്ഞാൽ എക്സ് ഡാഷ് ഓഫ് എക്സ് എൻ ഡിവൈഡഡ് ബൈ കെ എന്നാവും. ഇതൊരു കെ ആണല്ലോ, ഒരു സ്കെയിലാറാണ്. എക്സ് ഡാഷ് ഓഫ് എക്സ് എൻ ബൈ കെ എന്നാവും. എക്സ് ഡാഷ് ഓഫ് എക്സ് എൻ 0 ആയതുകൊണ്ട് 0 ബൈ കെ എന്നാകും. സോ 0. എഫ് ഓഫ് എക്സ് എന്നുകളെല്ലാം 0 ആയിരിക്കും. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഈ പോസിബിലിറ്റി ഇല്ല എന്നുള്ള ഒരു കോൺട്രഡിക്ഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നോക്കാം. ദെൻ നോം ഓഫ് എഫ് ഇസ് ഈക്വൽ ടു 1 ആയിരിക്കുകയും ചെയ്യും, അല്ലേ? എക്സ് ഡാഷിനെ അതിന്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്തതാണല്ലോ, നോർമലൈസ് ചെയ്തത്. അപ്പോൾ അത് യൂണിറ്റ് വെക്ടർ ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് എക്സ് എൻ ഈക്വൽ 0 ആയിരിക്കും ഫോർ ഓൾ എൻ, ആൻഡ് ഓൾസോ നോം എഫ് ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഈ എഫ് എന്ന് പറയുന്നത് എക്സ് ഡാഷിലെ എലമെന്റും ആണല്ലോ, ഇതൊരു ഫംഗ്ഷണൽ ആണല്ലോ, കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷണൽ. എക്സ് ഡാഷ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ് ഡാഷിലെ എലമെന്റ് ആയതുകൊണ്ട് അതിന്റെ സ്കെലാർ മൾട്ടിപ്പിളുകളെല്ലാം എക്സ് ഡാഷിൽ ഉണ്ടാവും. ഈ എഫ് എന്ന് പറയുന്നത് എക്സ് ഡാഷിലെ എലമെന്റ് ആണ്. എഫ് എന്ന് പറയുന്നത് എക്സ് ഡാഷിലെ എലമെന്റ് ആണ്, അയാളുടെ നോം 1 ആണ്. നോം 1 ആയ എക്സ് ഡാഷിലെ എലമെന്റുകളുടെ കളക്ഷന് നമ്മൾ വിളിച്ച പേരാണ് എസ് എന്നുള്ളത്. സോ എഫ് ഈസ് ആൻ എലമെന്റ് ഓഫ് എസ്. എഫ് എന്ന് പറയുന്നത് എസിലെ ഒരു എലമെന്റ് ആയിരിക്കും. നമ്മൾ എസ് ഡിഫൈൻ ചെയ്തേക്കുന്നത് അങ്ങനെയാണ്. തുടക്കത്തിൽ എസ് എടുത്തിട്ടാണ് നമ്മൾ ഈ പ്രൂഫ് മുന്നോട്ട് വന്നിരിക്കുന്നത്. എസ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ എലമെന്റ്സ് ഇൻ എക്സ് ഡാഷ് വിത്ത് നോം ഈക്വൽസ് 1 എന്നാണ്. അപ്പൊ നോം 1 ആയ ഒരാളെ എക്സ് ഡാഷിൽ നിന്ന് കിട്ടിയാൽ അയാൾ എസിലെ മെമ്പർ ആണെന്ന് പറയാം. അങ്ങനെ എഫ് എന്ന് പറയുന്നത് എസിലെ ഒരു എലമെന്റ് ആയിരിക്കും. ആയതുകൊണ്ട് നമ്മളുടെ ഈ എസിന്റെ പ്രത്യേകത എന്താ? എസിന്റെ പ്രോപ്പർട്ടി, എസ് എന്ന് പറയുന്നത് സെപ്പറബിൾ ആണ്. അതിന്റെ കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റായി x1 ഡാഷ് x2 ഡാഷ് എക്സെട്ര. അപ്പൊ ഈ സെറ്റ് x1 ഡാഷ് x2 ഡാഷ് എക്സെട്രയുടെ ക്ലോഷർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എസ് കിട്ടും. എസ് എന്ന മെട്രിക് സ്പേസിന്റെ കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റാ ഇത്. എസിന്റെ കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റാ. അപ്പൊ ഇയാളുടെ ക്ലോഷർ എടുത്തു കഴിഞ്ഞാൽ എസ് ആ കിട്ടുക. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇനി പറയാൻ പോകുന്ന ആർഗ്യുമെന്റ് മനസ്സിലാക്കാൻ. x1 ഡാഷ് x2 ഡാഷ് എക്സെട്ര എന്ന് പറയുന്ന സെറ്റിന്റെ ക്ലോഷർ എസ് ആണ്. ആ എസിനകത്തുള്ള എലമെന്റ് ആണ് ആര്? എഫ്. അപ്പോൾ എഫ് ഈ സെറ്റിന്റെ ക്ലോഷറിലെ എലമെന്റ് ആണെന്ന് പറയുമ്പം എഫിന്റെ ഏത് നെയ്ബർഹുഡ് നിങ്ങൾ എടുത്താലും ഈ സെറ്റിലെ ഒരാൾ അതിനകത്ത് ഉണ്ടാവും, അല്ലേ? അതാണല്ലോ ക്ലോഷറിന്റെ ക്യാരക്ടറൈസേഷൻ, ടോപ്പോളജിക്കൽ ക്യാരക്ടറൈസേഷൻ. എഫിന്റെ ഏത് നെയ്ബർഹുഡ് നമ്മൾ എടുത്താലും, ഞാൻ എഫിന്റെ 1/2 നെയ്ബർഹുഡ് എടുക്കാൻ പോവാണ്. എഫ് സെന്റർ ആക്കിക്കൊണ്ട് 1/2 റേഡിയസിലുള്ള ഒരു നെയ്ബർഹുഡ് എടുക്കാൻ പോകും. അപ്പൊ ഈ നെയ്ബർഹുഡിനകത്ത് തീർച്ചയായിട്ടും ഇതിലെ ഒരു എലമെന്റ് കാണും, ഏതോ ഒരു എലമെന്റ് കാണും. ആ എലമെന്റിനെ ഞാൻ xn ഡാഷ് എന്ന് വിളിക്കും. അത് എഴുതാൻ പോകുന്നത് then there is some n such that modulus of xn dash minus f is less than 1/2. മോഡുലസ് ഓഫ് xn dash minus f, എഫും ആ xn ഡാഷും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1/2 കുറവാകത്തക്ക രീതിയിൽ ഒരു xn ഡാഷ് ഈ സെറ്റിനകത്ത് ഉണ്ടാവും. സോ ദിസ് ഈസ് ട്രൂ ഫോർ സം n. ഏതോ ഒരു n ഇത് ട്രൂ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് കോൺട്രഡിക്ഷൻ ഫോം ചെയ്യാം. ദെൻ നേരത്തെ നമ്മൾ 1/2 ബന്ധപ്പെടുത്തി റിസൾട്ട് ഉണ്ടാക്കി വെച്ചല്ലോ, അവിടെ തുടങ്ങാം. ഇത് ദിസ് ഈസ് ട്രൂ ഫോർ എവരി n ആണല്ലോ. അപ്പൊ നമ്മളിപ്പം എടുത്ത ഫോർ സം n എന്ന് പറഞ്ഞ ആ n ഇത് ട്രൂ ആണല്ലോ. ഇത് അങ്ങോട്ട് എഴുതാൻ പോവാ, അത് തിരിച്ചെഴുതാൻ പോവാ. 1/2 ലെസ് ദാൻ മോഡ് xn dash of xn, and this is equal to mod xn dash of xn minus f of xn. കാരണം ഈ f of xnകളെല്ലാം 0 ആണെന്ന് നമ്മൾ പറഞ്ഞതാണ്, നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. xn dash xn 0 ആയതുകൊണ്ട് f of xnകൾ 0 ആണെന്ന് നമ്മൾ പറഞ്ഞത്. അപ്പൊ അവിടെ f of xn മൈനസ് ചെയ്താലും ഇതിന്റെ വാല്യൂ മാറില്ല, 0 ആയാണ് മൈനസ് ചെയ്തേക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് xn dash minus f of xn എന്ന് എഴുതാമല്ലോ.
ദെൻ എക്സ് എൻ ഡാഷും എഫും ഒക്കെ എക്സ് ഡാഷിലെ എലമെന്റുകളാണ് എന്ന് വെച്ചാൽ ബൗണ്ടഡ് ഫംഗ്ഷൻസ് ആണ്, ബൗണ്ടഡ് ലീനിയർ മാപ്പുകളാണ്. ആയതുകൊണ്ട് എഫ് ഒരു ബൗണ്ടഡ് ലീനിയർ മാപ്പ് ആണെങ്കിൽ മോഡ് എഫ് ഓഫ് എക്സിനെ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ഇൻറ്റു നോം എക്സ് എന്ന് എഴുതാമല്ലോ ഫോർ ഓൾ എക്സിൽ. അപ്പോൾ ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എക്സ് എൻ ഡാഷ് മൈനസ് എഫ് ഇൻറ്റു നോം ഓഫ് എക്സ്. പക്ഷെ നോം ഓഫ് എക്സ് എന്നുകൾ 1 ആണ്. നമ്മുടെ എക്സ് എൻ എന്ന സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് ഈ നോം എക്സ് എന്നുകൾ 1 ആകത്തക്ക രീതിയിലാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു norm of xn dash minus f, and norm of xn dash minus f is less than 1 by 2. So this is less than 1 by 2. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? നമ്മൾ ഇവിടെ തുടങ്ങിയത് 1 by 2 എന്നാണ്. 1 by 2 is strictly less than എന്ത് കിട്ടുന്നു? 1 by 2 എന്ന്, which is not possible. It's a contradiction. Which gives a contradiction. ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ ഒരു ക്ലെയിം ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്തായിരുന്നു? എക്സ് ഡാഷ് എന്ന് പറയുന്നത് ഓൾ എക്സിൽ 0 ആയിരിക്കും, എക്സ് ഡാഷ് എന്ന് പറയുന്നത് 0 ഫംഗ്ഷണൽ ആയിരിക്കുമെന്ന്. എക്സ് എന്നുകളിൽ 0 ആകുന്ന ഏത് ഫംഗ്ഷണലും 0 ഫംഗ്ഷണൽ ആയിരിക്കും എന്നുള്ളതാണ് കാണിച്ചത്. 0 ഫംഗ്ഷന് മാത്രമേ ആ പ്രോപ്പർട്ടി ഉള്ളൂ എന്നാണ് കാണിച്ചേക്കുന്നത്. എക്സ് ഡാഷ് ഓഫ് എക്സ് എൻ 0 ആണെങ്കിൽ എക്സ് ഡാഷ് ഇറ്റ്സെൽഫ് ഒരു 0 ഫംഗ്ഷൻ ആയിരിക്കും. എന്നുവെച്ചാൽ എല്ലാ എക്സുകളെയും ഇത് 0ലേക്ക് മാപ്പ് ചെയ്യും. ദാറ്റ് ഈസ് എക്സ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 for all x in capital X. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് പോകാം. നമ്മുടെ ലക്ഷ്യം ഞാൻ പറഞ്ഞായിരുന്നു, y is dense in x എന്ന് കാണിക്കുകയാണ്. അപ്പോൾ d is dense in x എന്ന് കിട്ടും. കൂടാതെ d കൗണ്ടബിളും ആയിരുന്നു. അങ്ങനെ നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ് ആവും. എക്സ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ 0 ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എക്സ് എന്ന് കിട്ടി. ഇനിയും ഫൈനൽ സ്റ്റെപ്പിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് y എന്ന് പറയുന്നത് ഡെൻസ് ഇൻ എക്സ് ആണെന്നുള്ളത് കാണിക്കുക വേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ നേരത്തെ പഠിച്ചൊരു തിയറമായി യൂസ് ചെയ്യുന്നത് തിയറം 7.10 ബി പാർട്ട്. തിയറം 7.10 ബി പാർട്ട് പറയുന്നത് ലെറ്റ് എക്സ് ബി എ നോംഡ് സ്പേസ് ഓവർ കെ ആൻഡ് വൈ ബി എ സബ്സ്പേസ് ഓഫ് എക്സ്. ഇതിന്റെ കോൺസിക്വന്റ് പാർട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇത്ര എടുക്കുക. ദെൻ എക്സ് എലമെന്റ് ഓഫ് വൈ ബാർ if and only if x element of x and f of x equals 0 whenever f element of x dash and f restricted to y equals 0. ഇപ്പൊ ഇവിടെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന തിയറത്തിൽ x is a normed space over k ആണ്, y is a subspace of x ആണ്. അതൊക്കെ ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഇതിന്റെ ഈ if and only ifന്റെ implied by part ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ റൈറ്റ് സൈഡ് ഓക്കെ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് x element of y bar എന്ന് പറയാം എന്നുള്ളത്. റൈറ്റ് സൈഡിൽ എന്തുവാ പറയുന്നത്? എഫ് ഓഫ് എക്സ്. എഫ് എന്ന് പറയുന്നത് നമ്മളിവിടെ എക്സ് ഡാഷ് എന്ന എക്സ് ഡാഷ് ഓഫ് എക്സ് 0 ഏതെങ്കിലും എക്സിൽ, ക്യാപിറ്റൽ എക്സിനകത്തിലെ ഏതെങ്കിലും എക്സിൽ എക്സ് ഡാഷ് ഓഫ് എക്സ് 0 ആണെന്നിരിക്കട്ടെ. എപ്പോൾ? വെനെവർ എക്സ് ഇൻ എക്സ് ഡാഷ്, എക്സ് ഇസ് എൻ എലമെന്റ് ഓഫ് എക്സ് ഡാഷ് ആൻഡ് എക്സ് അല്ല, എക്സ് ഡാഷ് ഇസ് എൻ എലമെന്റ് ഓഫ് എക്സ് ഡാഷ് ആൻഡ് എക്സ് ഡാഷ് റെസ്ട്രിക്റ്റഡ് ടു വൈ ഇസ് ഈക്വൽ ടു 0. എക്സ് ഡാഷ് റെസ്ട്രിക്റ്റഡ് ടു വൈ 0 ആവുകയും എക്സ് എലമെന്റ് ഓഫ് എക്സ് ഡാഷ് ആവുകയും ചെയ്യുമ്പോൾ എക്സ് ഡാഷ് ഓഫ് എക്സ് 0 എന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ആ എക്സ് വൈ ബാറിലെ എലമെന്റ് ആണ്. നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത് ഈ എക്സ് ഡാഷ് ഓഫ് എക്സ് 0 ആണ് പ്രൂവ് ചെയ്തത്. ഈ കണ്ടീഷനിൽ എക്സ് ഡാഷ് എലമെന്റ് ഓഫ് എക്സ് ഡാഷ് ആയിരുന്നു നമ്മുടെ പ്രൂഫിൽ. എക്സ് ഡാഷ് റെസ്ട്രിക്റ്റഡ് ടു വൈ 0 ആയിരുന്നു. എങ്ങനെ എക്സ് ഡാഷ് റെസ്ട്രിക്റ്റഡ് ടു വൈ 0 കിട്ടുന്നത്? എങ്ങനെയാ കിട്ടുന്നത്? എക്സ് ഡാഷ് ഓഫ് എക്സ് എൻ 0 അല്ലേ? എക്സ് ഡാഷ് ഓഫ് എക്സ് എൻ 0 ആകുമ്പം എക്സ് ഡാഷ് റെസ്ട്രിക്റ്റഡ് ടു വൈയും 0 ആകും. കാരണം y എന്ന് പറയുന്നത് എക്സ് എന്നുകളുടെ സ്പാനാണ്. y എന്ന് പറയുന്നത് എക്സ് എന്നുകളുടെ സ്പാനാണ്. അപ്പോൾ എക്സ് ഡാഷ് എക്സ് എന്നുകളിൽ റെസ്ട്രിക്റ്റഡ് ടു സെറ്റ് എക്സ് എൻ, ഇത് 0 ആണ് നമ്മൾ എടുത്തത്. ആദ്യം അസ്യൂം ചെയ്തതായിരുന്നു എക്സ് ഡാഷ് ഓഫ് എക്സ് എൻ ഈക്വൽ 0 ഫോർ ഓൾ എന്നാണ് അസ്യൂം ചെയ്തത്. ഇത് അസ്യൂം ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഫോളോ ചെയ്യും എക്സ് ഡാഷ് റെസ്ട്രിക്റ്റഡ് ടു വൈ ഈസ് ഈക്വൽ ടു 0 എന്ന്. കാരണം വൈയിലെ എലമെന്റുകളെല്ലാം ഈ എക്സ് എന്നുകളുടെ ലിനിയർ കോമ്പിനേഷനാണ്. അപ്പോൾ വൈയിലെ ഒരു എലമെന്റിലേക്ക് നമ്മൾ എക്സ് ഡാഷ് അപ്ലൈ ചെയ്യുമ്പം അത് ഈ x1 x2 എക്സെട്രയിലേക്ക് എക്സ് ഡാഷ് അപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ്. എക്സ് ഡാഷ് ഓഫ് x1 എക്സ് ഡാഷ് ഓഫ് x2 എക്സെട്ര എന്ന് വരും. അവരെല്ലാം 0 ആയി പോകും. അപ്പോൾ എക്സ് ഡാഷ് റെസ്ട്രിക്റ്റഡ് ടു വൈയും 0 ആണ് നമ്മുടെ ഈ പ്രൂഫിനകത്ത്. ആയതുകൊണ്ട് ഈ തിയറം അനുസരിച്ച്, തിയറം 7.10ന്റെ ബി പാർട്ട് അനുസരിച്ച് ബൈ
തിയറം 7.10 ബി പാർട്ട് എന്ത് പറയാം? നമ്മളെടുത്ത ഈ എക്സ് എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് വൈ ബാർ ആയിരിക്കും. ആൻഡ് ദിസ് ഈസ് ട്രൂ ഫോർ ഓൾ എക്സ്. നമ്മുടെ ഇവിടെ എവരി എക്സിന് ട്രൂ ആണ്. സോ ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എക്സ്. അപ്പോൾ ക്യാപിറ്റൽ എക്സിലെ എല്ലാ എലമെന്റുകളും വൈ ബാറിലുണ്ടെന്ന് കിട്ടി. അപ്പോൾ ക്യാപിറ്റൽ എക്സും വൈ ബാറും ഒന്ന് തന്നെയാണ്. സോ ദിസ് ഷോസ് ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഈസ് സെയിം ആസ് വൈ ബാർ. എന്ന് വെച്ചാൽ എന്ത് കിട്ടി? വൈ ഈസ് ഡെൻസ് ഇൻ എക്സ്. അപ്പൊ പ്രൂഫ് കംപ്ലീറ്റ് ആയില്ലേ? വൈ ഡെൻസ് ഇൻ എക്സ് ആണ്, ഡി ഡെൻസ് ഇൻ വൈ ആണ്. ഡി ഈസ് ഡെൻസ് ഇൻ വൈ ആൻഡ് വൈ ഈസ് ഡെൻസ് ഇൻ എക്സ്. അപ്പൊ കൺക്ലൂഡ് ചെയ്യാം, therefore ഡി ഈസ് ഡെൻസ് ഇൻ എക്സ്. D is dense in X. Thus D is dense and countable. D എന്ന് പറയുന്നത് dense in X ആണ് and countable ആണ്. D is a countable dense subset of X ആണ്. ആയതുകൊണ്ട് എന്ത് പറയാം? X is separable. Hence X is also separable and the proof is completed.